ഭർത്തൃ വീട്ടിൽ പല വിധത്തിലുള്ള പ്രശ്നങ്ങൾ ഇവർക്കുണ്ടായിരുന്നു. കുഞ്ഞിന് നേരെ പോലും കൈയോങ്ങുന്ന അവസ്ഥയുണ്ടായിരുന്നു. അങ്ങനെയാണ് എങ്കിൽ പോലും പ്രശ്നങ്ങൾ പരിഹരിക്കാൻ പല വഴികൾ ഉണ്ടാകും. നിയമ നടപടിയിലേക്ക് പോലും കടക്കാം. അതിനുള്ള നിയമങ്ങൾ ഈ നാട്ടിലുണ്ട്. പക്ഷെ അതിന് ഒരു കുഞ്ഞിന്റെ ജീവൻ എന്തിനില്ലാതാക്കുന്നു എന്നുള്ളതാണ് പ്രധാനപ്പെട്ട ചോദ്യമായിട്ട് നിലനിൽക്കുന്നത്. ഒരിക്കലും ആ കുഞ്ഞിന്റെ മരണത്തിന് ഒരു കാരണവും അത് ന്യായീകരിക്കാൻ പറ്റുന്നതല്ല എന്നുള്ളതാണ്. ഒരിക്കലും അംഗീകരിക്കാൻ പറ്റില്ല എന്നുള്ളതാണ്. വെറും 3 വയസ്സ് മാത്രം പ്രായമുള്ള ഒരു കുഞ്ഞാണ്. ആ സ്ത്രീ പറഞ്ഞതുപോലെ തന്നെ ആ കുഞ്ഞിനെ ആ പാലത്തിന് മുകളിൽ നിന്നും പുഴയിലേക്ക് എറിഞ്ഞു. അങ്ങനെയാണ് പോലീസിന് മൊഴി നൽകിയത്. അതുകൊണ്ടാണ് ആ ഇടം കേന്ദ്രീകരിച്ച് കൊണ്ട് തന്നെ ചാലക്കുടി പുഴയിൽ തിരച്ചിൽ ആരംഭിച്ചത്. മണിക്കൂറുകൾ നീണ്ട തിരച്ചിലായിരുന്നു. ഇതിന് ഈ ഇൻഫർമേഷൻ കിട്ടിയ ഉടനെ തന്നെ പോലീസ് പലയിടങ്ങളിലും ഈ തിരുവാങ്കുളം അതിനോട് ചേർന്ന് ഇവർ വരുന്ന ആലുവ വരെയുള്ള ഭാഗങ്ങളിൽ പലയിടങ്ങളിലായിട്ടും തിരച്ചിൽ നടത്തുന്നുണ്ടായിരുന്നു. ഒടുവിലാണ് ഈ പ്രദേശത്തേക്ക് എത്തുന്നത്. അവിടെ ചാലക്കുടി പുഴയിൽ നിന്നും ഒടുവിൽ കുഞ്ഞിന്റെ മൃതദേഹം കണ്ടെത്തുകയായിരുന്നു. പ്രദീപ് ജോസഫ് വിവരങ്ങളുമായി തുടരുന്നുണ്ട്. പ്രദീപ്, തുടക്കത്തിൽ തന്നെ ഈ സ്ത്രീയുടെ മൊഴികളിൽ പലവിധത്തിലുള്ള വൈരുദ്ധ്യങ്ങൾ ഉണ്ടായിരുന്നു. തുടക്കത്തിൽ ഈ സ്ഥലം പറയാതെ പോയി എന്നുള്ളത് പോലീസിനെ സംബന്ധിച്ച് ആശയക്കുഴപ്പം ഉണ്ടാക്കുന്നുണ്ടായിരുന്നു. ഒരു പക്ഷേ ജീവനോടെ തിരികെ കിട്ടുമോ ഇല്ലയോ എന്നൊന്നും നമുക്ക് പറയാൻ പറ്റില്ല. എങ്കിലും തുടക്കത്തിൽ തന്നെ പറഞ്ഞിരുന്നു എങ്കിൽ ഇത്രയും വൈകില്ലായിരുന്നു. തീർച്ചയായും കുഞ്ഞിന് എന്താണ് സംഭവിച്ചത് എന്നുള്ള കാര്യത്തിൽ ആദ്യഘട്ടത്തിലൊരു അവ്യക്തത നിലനിന്നിരുന്നു. നഷ്ടപ്പെടുകയാണ് ചെയ്തത് എന്നാണ് പറഞ്ഞത്. ഒരുപക്ഷെ വാഹനയാത്രയ്ക്കിടെ, അതായത് ബസ്സിൽ യാത്ര ചെയ്തപ്പോഴോ അതല്ലെങ്കിൽ ഓട്ടോറിക്ഷയിൽ യാത്ര ചെയ്തപ്പോഴോ കുഞ്ഞിനെ ഏതെങ്കിലും തരത്തിൽ മറന്നു പോയതായിരിക്കാം, കൈവിട്ടു പോയതായിരിക്കാം എന്നായിരുന്നു ആദ്യം കണക്ക് കൂട്ടിയിരുന്നത്. എന്നാൽ പിന്നീടാണ് ചിത്രം മാറിയത്. യഥാർത്ഥത്തിൽ കുട്ടിയുടെ അമ്മയായ സന്ധ്യ കാര്യങ്ങൾ മാറ്റി പറഞ്ഞപ്പോഴാണ് ഒരു സംശയം പോലീസിന് തോന്നിയത്. തുടർന്ന് ഇവരൊരു മാനസിക വിഭ്രാന്തി പ്രകടിപ്പിക്കുന്നത് പോലെ ഇടയ്ക്കിടെ സംസാരിക്കുകയും ചെയ്തു. ഏതെങ്കിലും തരത്തിലുള്ള അസ്വസ്ഥതകൾ ഉള്ളതുകൊണ്ടായിരിക്കാമെന്നാണ് ആ സമയത്ത് കരുതിയത്. ഇത്തരത്തിൽ വീണ്ടും വളരെ വിശദമായി ചോദ്യം ചെയ്തപ്പോഴാണ് കുട്ടിയെ ഈ പാലത്തിൽ കൊണ്ടുവന്ന് അവിടെ നിന്ന് പുഴയിലേക്ക് തള്ളിയിടുകയായിരുന്നു എന്ന് അമ്മ പറഞ്ഞത്. അതോടൊപ്പം തന്നെ CCTV ദൃശ്യങ്ങളും വളരെ വിശദമായി പരിശോധിച്ചു. ഈ CCTV ദൃശ്യങ്ങൾ പരിശോധിച്ചപ്പോൾ അമ്മയും കുഞ്ഞും ചേർന്ന് പാലത്തിലേക്ക് പോകുന്നതും പിന്നീട് അമ്മ മാത്രം തിരികെ വരുന്നതുമായ ദൃശ്യങ്ങൾ കണ്ടു. ഏതാണ്ടൊരു 7 മണിയോട് കൂടിയാണ് ഈ ദൃശ്യങ്ങൾ CCTVയിൽ പതിഞ്ഞത്. അപ്പോഴേക്ക് കാര്യങ്ങളുടെ ഒരു കിടപ്പ് ഏകദേശം വ്യക്തമായിരുന്നു. പിന്നീട് ആ പ്രദേശം കേന്ദ്രീകരിച്ച് തന്നെ തെരച്ചിൽ നടത്തുകയായിരുന്നു. ശക്തമായ മഴയുണ്ടായിരുന്നു, അടിയൊഴുക്കുണ്ടായിരുന്നു. പുഴയിലാണെങ്കിൽ മരങ്ങൾ പലതും വെട്ടിയിട്ട നിലയിലൊപ്പം ചൂണ്ട കൊളുത്തുകളൊക്കെ ഉണ്ട്. അതൊക്കെ രക്ഷാപ്രവർത്തനത്തിന് ഏറെ തടസ്സമായി. പക്ഷേ ഫയർഫോഴ്സിൻ്റെയും നാട്ടുകാരുടെയും നേതൃത്വത്തിലാണ് ആദ്യം പുഴയിൽ തെരച്ചിൽ തുടങ്ങിയത്. ഒപ്പം കരയിൽ പോലീസും നാട്ടുകാരും തെരച്ചിൽ നടത്തുകയും ചെയ്തു. പിന്നീട് കൂടുതൽ സ്കൂബ ടീം അംഗങ്ങൾ ഉൾപ്പെടെ എത്തി. ഈ സ്കൂബ ടീം അംഗങ്ങൾ ഏതാണ്ട് 2.5-3 മണിക്കൂറോളം നടത്തിയ തെരച്ചിലിനൊടുവിലാണ് പുലർച്ചെ 2:25 കുഞ്ഞു കല്യാണിയുടെ മൃതദേഹം കണ്ടെത്തിയത്. മൃതദേഹം കണ്ടെത്തുമ്പോൾ കല്യാണിയുടെ പിതാവ് ഉൾപ്പെടെ ഉണ്ടായിരുന്നു. അവളുടെ അടുത്ത ബന്ധുക്കൾ നിലവിളിക്കുന്നത് കേൾക്കാമായിരുന്നു. മൃതദേഹം അങ്കമാലി താലൂക്ക് ആശുപത്രിയിലേക്കാണ് മാറ്റിയിരിക്കുന്നത്. പോസ്റ്റ്മോർട്ടത്തിന് ശേഷം ഏതാണ്ട് 11 മണിയോടുകൂടി ബന്ധുക്കൾക്ക് വിട്ടുകൊടുക്കും. സംസ്കാരം അത്തരം കാര്യങ്ങളൊക്കെ എവിടെയാണ് എന്നതടക്കമുള്ള കാര്യങ്ങൾ തീരുമാനിച്ചു വരുന്നതേയുള്ളൂ. തിരുവാങ്കുളത്തിനടുത്ത് അങ്കനവാടിയിൽ വിദ്യാർത്ഥിനിയാണ് 3 വയസ്സുകാരിയായ കല്യാണി. ഇന്ന് സ്കൂൾ വിട്ട ശേഷം അമ്മയാണ് അവളെ കൂട്ടിക്കൊണ്ടു പോകുന്നത്. എന്നാൽ പതിവായി വീട്ടിലെത്തുന്ന സമയമായിട്ടും കാണാതിരുന്നതിനെ തുടർന്നാണ് പിതാവിൻ്റെ വീട്ടുകാർ അന്വേഷിച്ചത്. ആ അന്വേഷണത്തിനൊടുവിലാണ് കല്യാണിയുടെ അമ്മ അവരുടെ വീടായ ചെങ്ങമനാടിനടുത്ത് മൂഴിക്കുളത്ത് എത്തിയിട്ടുണ്ട് എന്ന് മനസ്സിലാകുന്നത്. എന്നാൽ കുഞ്ഞിനെ കാണാനില്ല എന്നുള്ള വിവരമാണ് ലഭിക്കുന്നത്. പിന്നീട് നടത്തിയ വിശദമായ അന്വേഷണത്തിനൊടുവിലാണ് അല്പസമയം മുൻപ് ചാലക്കുടി പുഴയിൽ മൂഴിക്കുളം പാലത്തിന് അടിഭാഗത്ത് നിന്ന് കുഞ്ഞിൻ്റെ മൃതദേഹം കണ്ടെത്തിയത്. കുഞ്ഞിന്റെ മൃതദേഹം എവിടേക്കാണ് മാറ്റിയത് പ്രദീപ്? ഏത് ആശുപത്രിയിലേക്കാണ് മാറ്റിയത്? പോസ്റ്റ്മോർട്ടം ഉൾപ്പെടെ നാളെ ആയിരിക്കുമല്ലേ, രാവിലെയോട് കൂടിയായിരിക്കുമല്ലേ? മൃതദേഹം ഇപ്പോൾ അങ്കമാലി താലൂക്ക് ആശുപത്രിയിലേക്കാണ് മാറ്റിയിരിക്കുന്നത്. പോസ്റ്റ്മോർട്ടം ഇന്ന് നടക്കും. അതായത് ഇപ്പം പുലർച്ചെ സമയമാകുന്നുവല്ലോ. പോസ്റ്റ്മോർട്ടം ഇന്ന് രാവിലെ നടക്കും. ഒരു 10 മണിയോടുകൂടിയെങ്കിലും പോസ്റ്റ്മോർട്ടം നടക്കും. ഒരുപക്ഷെ അങ്കമാലിയിൽ തന്നെ, അതല്ലെങ്കിൽ കളമശ്ശേരി മെഡിക്കൽ കോളേജ് ആശുപത്രിയിലോ ആലുവയിലോ പോസ്റ്റ്മോർട്ടം നടപടികൾ പൂർത്തിയാക്കി മൃതദേഹം ബന്ധുക്കൾക്ക് വിട്ടുകൊടുക്കും. അതേസമയം ഈ മരണത്തിലേക്ക് നയിച്ച കാരണങ്ങളെക്കുറിച്ച് അന്വേഷിക്കണമെന്നാവശ്യപ്പെട്ടുകൊണ്ട് കുട്ടിയുടെ അമ്മയായ സന്ധ്യയുടെ ബന്ധുക്കൾ രംഗത്ത്. ഈ ഒരു സാഹചര്യത്തിൽ വിശദമായ അന്വേഷണം ആവശ്യപ്പെട്ട് ഈ കുടുംബാംഗങ്ങളുമായി കൂടിയാലോചന നടത്തി പോലീസിൽ പരാതി നൽകുമെന്നാണ് കൊല്ലപ്പെട്ട കുഞ്ഞിൻ്റെ അമ്മയായ സന്ധ്യയുടെ ബന്ധുക്കൾ അറിയിച്ചിരിക്കുന്നത്. അതേസമയം എന്തെങ്കിലും പ്രശ്നങ്ങൾ ഉണ്ടായിരുന്നോ, എത്ര കാലമായി തുടങ്ങിയിട്ട്, എന്താണ് കാര്യം, അത്തരം കാര്യങ്ങളെക്കുറിച്ചൊന്നും
ഒരു വ്യക്തത വന്നിട്ടുമില്ല. ഇക്കാര്യങ്ങളൊക്കെ ഇത്തരത്തിൽ പരാതി ലഭിച്ചാൽ പോലീസ് അതിൽ അന്വേഷണം നടത്തുമ്പോൾ മാത്രമേ വ്യക്തമാവുകയുള്ളൂ. മറ്റ് ബന്ധുക്കളാരും കൂടുതൽ കാര്യങ്ങൾ ശരി പ്രദീപ്, എന്തായാലും വേദനിപ്പിക്കുന്ന വിവരം തന്നെയാണ്. സ്വന്തം അമ്മയാണ് ഒരു കുഞ്ഞിനെ പുഴയിൽ എറിഞ്ഞു കൊന്നിരിക്കുന്നത്. മണിക്കൂറുകൾ നീണ്ട തിരച്ചിലിനൊടുവിൽ കുഞ്ഞു കല്യാണിയുടെ മൃതദേഹമാണ് ലഭിച്ചത് എന്നുള്ള വേദനിപ്പിക്കുന്ന വിവരമാണ് ഈ നിമിഷം നമ്മളിലേക്ക് എത്തുന്നത്.